കൊള്ളാം ഇടി കലക്കടി. എടി മോളെ, ഈ സുനാപ്പിയുടെ പേരെന്തോ? പഞ്ചിങ് ബാഗ് മാമ. പഞ്ചിങ് ബാഗ്. ഇതിൽ നീ ഓരോ ഇടി ഇടിക്കുമ്പോഴും ശത്രുവിന്റെ മുഖത്തിടിക്കുന്നതായിട്ട് മനസ്സിൽ കാണണം. ഞാൻ അങ്ങനെ കണ്ടു തന്നെയാണ് മാമ ഇടിക്കുന്നേ. ഇടി. അതെ, നീ ഇടിച്ചു വാങ്ങിക്കുന്ന ഓരോ അവാർഡും ഓരോ മെഡലും പുലിനട വീട്ടിലെ പുലിനട വീട്ടിലേക്കുള്ള ഒരു പൊൻതരിയായിട്ട് നീ കരുതണം. ആ മത്സരം ഈ മത്സരം മറ്റേ മത്സരം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇന്നേ വരെ ഇവിടെ ഒരു കപ്പും കൊണ്ടുവന്നിട്ടില്ല. നീ പോടി, അവള് വാങ്ങിച്ചോണ്ട് വരും. ഇടിയടി. എടേ, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ജില്ലാ സൗത്ത് കോമ്പറ്റീഷൻ നടക്കാൻ പോവുക. അതില് ഞാൻ ജയിച്ച പിന്നെ സ്റ്റേറ്റ്, അത് കഴിഞ്ഞാൽ നാഷണൽ, പിന്നെ വേൾഡ്. എന്റെ കൂടെ 3 പെമ്പിളരാണ് മത്സരിക്കാനുള്ളത്, അതറിയോ? എടി, അത് കഴിഞ്ഞ് വേറെ 5 വളയുള്ള ഒരു മത്സരം ഉണ്ടല്ലോ, ഒളിമ്പിക്സ്. അതിൽ നിന്നൊരു മെഡലും കൊണ്ട് മോളി വീട്ടിന്റെ മുമ്പിലോട്ട് വന്നിറങ്ങുന്നതാ മാമന്റെ സ്വപ്നം. ഇത് അവിടം വരെ ഒന്നും പോവില്ല, അതിന് മുമ്പ് എത്തും. കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ ആ കിഴക്കേ കോട്ട വരെ, അതിനപ്പുറം താണ്ടൂല. നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കുവേ. ചേട്ടാ, ചായ. ചായ. എവളും നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാനമായിരിക്കും. ഓ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നീ കുറെ നേരം ആയില്ല നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളെല്ലാരും ഇവിടെ ഇരിക്കുന്നു. അച്ഛാ, ചേച്ചിക്ക് ഇന്ന് കോമ്പറ്റീഷൻ. മക്കളെ എവിടെ വെച്ചു? ടൗൺ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. എപ്പോ? ഇന്ന് വൈകിട്ട് 3 മണിക്ക്. ஆளினால் அழகரசி, இன்ஸ்டாகிராம் ஏஞ்சலு, ஃபேஸ்புக் பியூட்டி, உடையில ஜெனிஃபர் லோபஸ், உண்மையிலே உலகநாயகி. இவ காணாவா கலக்கிடுவா, கைய கால குளிக்கிடுவா, டிஸ்கோவும் படிச்சிடுவா, டிப்டாப்பா சிரிச்சிடுவா. சினிமாவில் இவ சேர்ந்தா சிலுக்கும் கூட அவுட்டு. இவளை சீண்டினாக்கா அதுக்கப்புறம் வாழுறதே டவுட்டு. നീ എന്ത് വരുന്ന കാര്യം നേരത്തെ വിളിച്ച് പറയാത്തത്? പറഞ്ഞിട്ട് വന്നാലേ സർപ്രൈസ് ആവൂ അണ്ണാ. ഓ, സർപ്രൈസ്. അന്ത വിട്ട് കുന്തം മെഴുകി കണക്കിരിക്കുന്ന ഞാൻ വന്നതിലേ ഭയങ്കര സന്തോഷമുണ്ടെന്ന് അഭിനയിച്ചെങ്കിലും കാണിക്ക്. സ്നേഹിക്കട്ട്. എന്റെ ആങ്ങളെ സ്നേഹിച്ചെടുത്തോളം മതി. ഇനി എന്നെയും കൂടെ സ്നേഹിച്ചതിനകത്തോട്ട് തള്ളിയിടണമായിരിക്കും. തള്ളിയിടാനാ? മണിക്കുട്ടണ്ണ, ചിന്നു, മണിക്കുട്ടണ്ണ. ഇന്ന് രാവിലെ കൂടി ഞാൻ നിന്നെ കുറിച്ച് ഓർത്തു. നീ വരുമെന്ന് എനിക്ക് റെഡ് അലർട്ട് കിട്ടി. അണ്ണ അങ്ങനെ വിചാരിച്ചാലേ ഞാൻ വരൂലേ? പിന്നെ വരില്ലേ, അതാണ് മനപ്പൊരുത്തം. അമ്മയ്ക്ക് എന്ത് വിശേഷം? അമ്മ എന്ത് പറയുന്നു? മലയാളം പറയണം. എടി ചിന്നു, നീ അറിഞ്ഞോ ഇന്നലെ അവരുടെ 24ാമത് വിവാഹ വാർഷികമായിരുന്നു. 24 വിവാഹ വാർഷികം. എന്നെ വിളിച്ചില്ല, പക്ഷെ ഞാൻ എങ്ങനെയോ പൊത്തിയാടി ഇവിടെ വന്ന്. ഈ ദുഷ്ട കൂട്ടങ്ങൾ എന്നെ വിളിച്ചില്ല അണ്ണാ. ആണോ? വിളിച്ചാടി നീ? കേക്കൊക്കെ മുറിച്ച ഉണ്ടാ? ഇല്ലേ? അല്ല ചിന്നു, അവിടെ കണ്ടാ, നീയൊക്കെ എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് അവസാനം എന്റെ പെങ്ങൾ കരഞ്ഞോണ്ടാ എന്റെ പേരിലാക്കി അവള് കുറ്റം. മനുഷ്യ അപ്പച്ചി പാവം, നിങ്ങൾ രണ്ടും കൂടെയാണ് എല്ലാം ഉണ്ടാക്കിയത്. ഉരുളയ്ക്ക് പേര്